നമസ്കാരം കൂട്ടുകാരെ. കേരളത്തിലും കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലുമായി പുതിയ വമ്പൻ ജോലി അവസരങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. BSNL, നാളികേര വികസന ബോർഡ്, കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡ്, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ KAT, കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പ് എന്നിവിടങ്ങളിലായി സ്ഥിര ജോലി ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ചില തസ്തികകളിൽ പ്രതിമാസ ശമ്പളം 1.5 ലക്ഷം വരെ ലഭിക്കാനുള്ള അവസരമുണ്ട്. യോഗ്യത, പ്രായപരിധി, ശമ്പളം, അപേക്ഷിക്കേണ്ട രീതി, അവസാന തീയതി തുടങ്ങിയ ഓരോ ഒഴിവിൻ്റെയും മുഴുവൻ വിവരങ്ങളും ഈ വീഡിയോയിൽ വിശദമായി പരിശോധിക്കാം. അതിനാൽ വീഡിയോ മുഴുവനായും കാണുക. ഇത്തരം ഏറ്റവും പുതിയ സർക്കാർ ജോലി വാർത്തകൾ ദിവസവും ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ അമർത്താനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ പുതിയ റിക്രൂട്ട്മെന്റിൽ നിന്നും തുടങ്ങാം. ഒന്ന്, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ സ്ഥിര ജോലി. അസിസ്റ്റന്റ് ഒഴിവ്. 63,700 രൂപ വരെ നാട്ടിൽ ശമ്പളം വാങ്ങാം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ ജോലി നേടാൻ അവസരം. കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 തസ്തികയിലേക്കാണ് പുതിയ റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. താല്പര്യമുള്ളവർക്ക് കേരള PSC വെബ്സൈറ്റ് മുഖേന അപേക്ഷ നൽകാം. തസ്തികയും ഒഴിവുകളും. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന് കീഴിൽ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 റിക്രൂട്ട്മെന്റ്. വകുപ്പ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ. ഉദ്യോഗപ്പേര് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2, കാറ്റഗറി നമ്പർ 32/2026. ശമ്പളം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 27,000 രൂപ മുതൽ 63,700 രൂപ വരെ ശമ്പളം ലഭിക്കും. 18-നും 40-നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. ഉദ്യോഗാർത്ഥികൾ 2/1/1986-നും 1/1/2008-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. SC, ST, OBC മറ്റ് സമ്പന്ന വിഭാഗക്കാർക്ക് നിയമാനുസൃത വയസ്സിളവ് ലഭിക്കും. യോഗ്യത +2 വിജയിച്ചിരിക്കണം, അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത വേണം. ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ് ഹയർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് KGT ആൻഡ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത. ജനുവരി 2002 മുമ്പ് ടൈപ്പ് റൈറ്റിംഗ് KGT പാസ്സായിട്ടുള്ളവർ വേർഡ് പ്രോസസ്സിംഗിലുള്ള പ്രത്യേക സർട്ടിഫിക്കറ്റോ തത്തുല്യ യോഗ്യതയോ അപേക്ഷ സമയത്ത് നേടിയിരിക്കണം. മലയാളം ടൈപ്പ് റൈറ്റിംഗ് ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് KGT അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. അപേക്ഷിക്കേണ്ട വിധം. ഉദ്യോഗാർത്ഥികൾ കേരള PSCയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത്. രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ IDയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെ അപേക്ഷിക്കേണ്ടതാണ്. ഓരോ തസ്തികയ്ക്ക് അപേക്ഷിക്കുമ്പോഴും പ്രസ്തുത തസ്തികയോടൊപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ലിങ്കിലെ അപ്ലൈ നോവിൽ മാത്രം ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല. ഓരോ തസ്തികയ്ക്ക് അപേക്ഷിക്കുന്നതിന് മുമ്പ് തന്റെ പ്രൊഫൈൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വിവരങ്ങൾ ശരിയാണെന്ന് ഉദ്യോഗാർത്ഥികൾ ഉറപ്പുവരുത്തുക. അപേക്ഷാ ലിങ്ക്, വിജ്ഞാപന ലിങ്ക് ആവശ്യമുള്ളവർ കമന്റ് ബോക്സിൽ മെസ്സേജ് പിൻ ചെയ്യുക. 2, കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പിൽ സ്ഥിര ജോലി. 1/2 ലക്ഷം വരെ ശമ്പളം വാങ്ങാം. കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പിന് കീഴിൽ ജോലി നേടാൻ അവസരം. ബ്ലാക്ക് സ്മിത്ത് ഗ്രേഡ് 2 തസ്തികയിലേക്കാണ് പുതിയ റിക്രൂട്ട്മെന്റ്. കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പിൽ ബ്ലാക്ക് സ്മിത്ത് ഗ്രേഡ് 2, കാറ്റഗറി നമ്പർ 33/2026. ശമ്പളം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 25,100 രൂപ മുതൽ 57,900 രൂപ വരെ ശമ്പളം ലഭിക്കും. പ്രായപരിധി 18-നും 40-നും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം. ഉദ്യോഗാർത്ഥികൾ 2/1/1986-നും 1/1/2008-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. SC, ST മറ്റ് സമ്പന്ന വിഭാഗക്കാർക്ക് നിയമാനുസൃത വയസ്സിളവ് ലഭിക്കും. യോഗ്യത 10ാം ക്ലാസ് വിജയിച്ചിരിക്കണം, അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത പരിഗണിക്കും. ബ്ലാക്ക് സ്മിത്ത് ട്രേഡിലുള്ള IT അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയുള്ളവർക്ക് മുൻഗണന. അപേക്ഷിക്കേണ്ട വിധം. ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരമാണ് അപേക്ഷ നൽകേണ്ടത്. അപേക്ഷാ ലിങ്ക്, വിജ്ഞാപന ലിങ്ക് ആവശ്യമുള്ളവർ കമന്റ് ബോക്സിൽ മെസ്സേജ് പിൻ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ 1/7/2026. അടുത്തത്, നാളികേര വികസന ബോർഡിന് കീഴിൽ കൊച്ചിയിൽ ജോലി അവസരം. 35,400 രൂപ മുതൽ 1.5 ലക്ഷം വരെ ശമ്പളം വാങ്ങാം. നാളികേര വികസന ബോർഡിന് കീഴിൽ ജോലി നേടാൻ അവസരം. ഓഡിറ്റ് ഓഫീസർ, സിസ്റ്റം അനലിസ്റ്റ്, അക്കൗണ്ട്സ് ഓഫീസർ തുടങ്ങിയ വിവിധ ഒഴിവുകളിലേക്കാണ് നിയമനം. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഓഫ്ലൈനായി അപേക്ഷ നൽകണം. തസ്തികയും ഒഴിവുകളും. കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡിന് കീഴിൽ ഓഡിറ്റ് ഓഫീസർ, സിസ്റ്റം അനലിസ്റ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, അക്കൗണ്ട്സ് ഓഫീസർ, മാർക്കറ്റ് പ്രൊമോഷൻ ഓഫീസർ, എക്സ്പോർട്ട് പ്രൊമോഷൻ ഓഫീസർ, സീനിയർ ഓഡിറ്റർ, സീനിയർ കെമിസ്റ്റ്, അസിസ്റ്റന്റ് സ്റ്റോർ റിക്രൂട്ട്മെന്റ്. ആകെ ഒഴിവുകൾ 10. ഓഡിറ്റ് ഓഫീസർ 1 ഒഴിവ്, സിസ്റ്റം അനലിസ്റ്റ് 1 ഒഴിവ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ 2 ഒഴിവ്, അക്കൗണ്ട്സ് ഓഫീസർ 1 ഒഴിവ്, മാർക്കറ്റ് പ്രൊമോഷൻ ഓഫീസർ 1 ഒഴിവ്, എക്സ്പോർട്ട് പ്രൊമോഷൻ ഓഫീസർ 1 ഒഴിവ്, സീനിയർ ഓഡിറ്റർ 1 ഒഴിവ്, സീനിയർ കെമിസ്റ്റ് 1 ഒഴിവ്,
അസിസ്റ്റന്റ് സ്റ്റോർ ഒരൊഴിവ്. യോഗ്യത: ഓരോ തസ്തികയിലേക്കും യോഗ്യതാ വിവരങ്ങൾ വ്യത്യസ്തമാണ്. CA, CMA, MCOM, MBA, MCA, BA, BTech, ഡിഗ്രി, PG തുടങ്ങിയ യോഗ്യതകൾ ആവശ്യമുള്ള തസ്തികകളുണ്ട്. വിശദമായ യോഗ്യതാ വിവരങ്ങൾ വിജ്ഞാപനത്തിൽ ലഭ്യമാണ്. ശമ്പളം: ഓഡിറ്റ് ഓഫീസർ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 56,000 തൊട്ട് 1,77,500. സിസ്റ്റം അനലിസ്റ്റ് സെയിം പ്രതിമാസ ശമ്പളം. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, അക്കൗണ്ട്സ് ഓഫീസർ, മാർക്കറ്റ് പ്രൊമോഷൻ ഓഫീസർ, എക്സ്പോർട്ട് പ്രൊമോഷൻ ഓഫീസർ, സീനിയർ ഓഡിറ്റർ, സീനിയർ കെമിസ്റ്റ് 44,900 തൊട്ട് 1,42,40,000 രൂപ വരെ. അസിസ്റ്റന്റ് സ്റ്റോർ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 35,400 തൊട്ട് 1,12,400 രൂപ വരെ ശമ്പളമായി ലഭിക്കും. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 1,00,000 രൂപ വരെ ശമ്പളമായി ലഭിക്കും. അപേക്ഷിക്കേണ്ട വിധം: താൽപ്പര്യമുള്ളവർ വിജ്ഞാപനം പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കുക. ശേഷം തന്നിരിക്കുന്ന അപേക്ഷാ ഫോം പൂരിപ്പിച്ച് ആവശ്യമായ സർട്ടിഫിക്കറ്റ് കോപ്പികൾ സഹിതം ജൂലൈ 28 മുമ്പായി കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡിന്റെ അഡ്രസ്സിലേക്ക് അയക്കണം. അപേക്ഷാ ഫോം ആവശ്യമുള്ളവർ കമന്റ് ബോക്സിൽ പോസ്റ്റിന്റെ പേരെഴുതി മെസ്സേജ് പിൻ ചെയ്യുക. അടുത്തത് BSNL മാനേജർ. ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് BSNL ജോലി നേടാൻ അവസരം. ജനറൽ മാനേജർ തസ്തികയിലേക്കാണ് പുതിയ റിക്രൂട്ട്മെന്റ് വിളിച്ചിട്ടുള്ളത്. ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈൻ അപേക്ഷ നൽകാം. തസ്തികയും ഒഴിവുകളും: BSNL ജനറൽ മാനേജർ ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് റിക്രൂട്ട്മെന്റ്. ആകെ ഒഴിവുകൾ 15. കരാറടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനമാണ് നടക്കുന്നത്. പ്രായപരിധി 50 വയസ്സുവരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. യോഗ്യത: CA, CMA, MBA ഫിനാൻസ് അല്ലെങ്കിൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട PG ഡിപ്ലോമ എന്നിവയിൽ ഏതെങ്കിലും യോഗ്യത വേണം. ഫിനാൻസ്, അക്കൗണ്ട്സ് മേഖലയിൽ കുറഞ്ഞത് 15 വർഷത്തെ എക്സ്പീരിയൻസ് നിർബന്ധമാണ്. ഇതിൽ 5 വർഷമെങ്കിലും സീനിയർ മാനേജർ തസ്തികയിലോ അതിനു മുകളിലോ ജോലി ചെയ്തിരിക്കണം. ലിസ്റ്റഡ് കമ്പനികളിൽ പ്രവർത്തിച്ച പരിചയവും ആവശ്യമാണ്. അപേക്ഷകർ ജോലി ചെയ്ത സ്ഥാപനത്തിന്റെ വാർഷിക വിറ്റുവരവ് 3,000 കോടി രൂപയിൽ കൂടുതലായിരിക്കണം. ഇത് തെളിയിക്കുന്നതിനായി കഴിഞ്ഞ 3 വർഷത്തെ ഓഡിറ്റ് ചെയ്ത സാമ്പത്തിക രേഖകൾ ഹാജരാക്കേണ്ടതാണ്. ശമ്പളം: തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 2,25,000 രൂപ വരെ ശമ്പളമായി ലഭിക്കും. പുറമെ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി യാത്രാബത്തയും ടെലിഫോൺ കണക്ഷനും അനുവദിക്കും. അപേക്ഷിക്കേണ്ട വിധം: താൽപ്പര്യമുള്ളവർ BSNLന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി അപേക്ഷ നൽകാം. അതിനുശേഷം ആദ്യം BSNL ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക. ശേഷം കരിയർ പേജിൽ നിന്നും ജനറൽ മാനേജർ റിക്രൂട്ട്മെന്റ് തിരഞ്ഞെടുക്കുക. വിശദമായ നോട്ടിഫിക്കേഷൻ വായിച്ചു മനസ്സിലാക്കുക. തുടർന്ന് തന്നിരിക്കുന്ന ലിങ്ക് മുഖേന അപേക്ഷിക്കുക. അവസാന തീയതി ജൂൺ 24. വെബ്സൈറ്റ് ലിങ്ക് ആവശ്യമുള്ളവർ കമന്റ് ബോക്സിൽ മെസ്സേജ് പിൻ ചെയ്യുക. അടുത്തത് കോഴിക്കോട് എംപ്ലോയബിലിറ്റി സെന്ററിൽ തൊഴിൽമേള. കോഴിക്കോട് ജില്ലാ എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ പ്രമുഖ കമ്പനികളിലെ ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിനായി തൊഴിൽമേള സംഘടിപ്പിക്കുന്നു. വിവിധ കമ്പനികളിലായി നിരവധി ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പ്രധാന വിവരങ്ങൾ നോക്കാം. 1. ഫ്യൂച്ചർ പ്ലസ് ഇന്റർനാഷണൽ അക്കാദമി. തസ്തികകൾ BDE, ടെലികോളർ സ്ത്രീകൾ മാത്രം, സെയിൽസ് പുരുഷന്മാർക്ക് മാത്രം. യോഗ്യത: ബിരുദം. പ്രായപരിധി പരമാവധി 35 വയസ്സ്. ജോലിസ്ഥലം കോഴിക്കോട്. 2. ന്യൂ ഇന്ത്യ ഓട്ടോമൊബൈൽസ്. തസ്തികകൾ വെഹിക്കിൾ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സ്റ്റേഷൻ ഓപ്പറേറ്റർ, അസിസ്റ്റന്റ് ഓപ്പറേറ്റർ, ജനറൽ ഇൻഷുറൻസ് അസിസ്റ്റന്റ്, ഡ്രൈവർ. യോഗ്യത: തസ്തികകൾക്ക് അനുസൃതമായി ഡിപ്ലോമ ഓട്ടോമൊബൈൽ മെക്കാനിക്കൽ, ITI ഓട്ടോമൊബൈൽ, ബിരുദം, കമ്പ്യൂട്ടർ പരിജ്ഞാനം, LMB, 3W, 2W ഡ്രൈവിംഗ് ലൈസൻസ്. പ്രായപരിധി 20 മുതൽ 45 വയസ്സ് വരെ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാം. ജോലിസ്ഥലം കോഴിക്കോട്. 3. SU സ്ക്വയർ പ്രോജക്റ്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ്. ഈ കമ്പനിയിൽ കേരളത്തിലുടനീളം നിരവധി ഒഴിവുകളുണ്ട്. പ്രധാന തസ്തികകൾ: ഓപ്പറേഷൻസ് മാനേജർ, ട്രാൻസ്പോർട്ട് ആൻഡ് ലോജിസ്റ്റിക് മാനേജർ, സിവിൽ എഞ്ചിനീയർ സൈറ്റ് ആൻഡ് ഓഫീസ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയർ സൈറ്റ് ആൻഡ് ഓഫീസ്, ഡ്രൈവർ കം ഫീൽഡ് വർക്കർ, കാർഗോ ഹാൻഡ്ലർ, സെയിൽസ് ആൻഡ് കളക്ഷൻ ഏജന്റ്, ഇലക്ട്രീഷ്യന്മാർ, അക്കൗണ്ട്സ് അസിസ്റ്റന്റ്, ഓഫീസ് അസിസ്റ്റന്റ്, ട്രാൻസ്പോർട്ട് ആൻഡ് ലോജിസ്റ്റിക്സ്. യോഗ്യത: തസ്തികകൾക്ക് അനുസൃതമായി 10ാം ക്ലാസ്, ITI, ഡിപ്ലോമ, BTech, സിവിൽ ഇലക്ട്രിക്കൽ, BCom, MCom, BBA, MBA, ബിരുദം എന്നിവയുള്ളവർക്ക് അപേക്ഷിക്കാം. ഓരോ തസ്തികയ്ക്കും ആവശ്യമായ പ്രവൃത്തി പരിചയവും പ്രായപരിധിയും നിശ്ചയിച്ചിട്ടുണ്ട്. പ്രത്യേക ശ്രദ്ധയ്ക്ക്: എംപ്ലോയബിലിറ്റി സെന്ററിൽ ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഇന്റർവ്യൂവിന് വരുമ്പോൾ തങ്ങളുടെ രജിസ്ട്രേഷൻ റെസിപ്റ്റ് നിർബന്ധമായും ഹാജരാക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കും സംശയ നിവാരണങ്ങൾക്കും ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.
യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ സുവർണാവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നു. 2026 ജൂൺ 10 ബുധനാഴ്ച രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കോഴിക്കോട് എംപ്ലോയബിലിറ്റി സെന്ററിൽ വെച്ചാണ് ഇന്റർവ്യൂ നടക്കുന്നത്.